ഹായ് എല്ലാവർക്കും നമസ്കാരം. PSC അവേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ PYQസിൻ്റെ റിലേറ്റഡ് ഫാക്ട്സാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ച് രാജ, കൊട്ടോട്ട് രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭരണാധികാരി ആരാണ്? ആൻസർ നമുക്ക് ഓൾറെഡി അറിയാം, പഴശ്ശിരാജയാണ്. അപ്പോൾ നമുക്ക് പഴശ്ശിരാജയെക്കുറിച്ച് ഒന്ന് നോക്കാം. വീരകേരളവർമ്മ പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ മലബാറിലെ ആദ്യത്തെ ശക്തവും ജനകീയവുമായ സമരം നടത്തിയ ഭരണാധികാരിയാണ് ആര്? പഴശ്ശിരാജ. എന്താണ്? ബ്രിട്ടീഷുകാർക്കെതിരെ മലബാറിലെ ആദ്യത്തെ ശക്തവും ജനകീയവുമായ സമരം നടത്തിയ ഭരണാധികാരിയാണ് വീരകേരളവർമ്മ പഴശ്ശിരാജ. അടുത്ത പോയിന്റ്, ഇംഗ്ലീഷുകാരും മൈസൂരുമായുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജ ഇംഗ്ലീഷുകാരുടെ പക്ഷത്തായിരുന്നു. പക്ഷെ പിന്നീട് ബ്രിട്ടീഷുകാരുടെ നീതിരഹിതമായ സമീപനത്താൽ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ തുടങ്ങി. ഒന്നുകൂടെ വായിക്കാം. ഇംഗ്ലീഷുകാരും മൈസൂരുമായുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജ ഇംഗ്ലീഷുകാരുടെ പക്ഷത്തായിരുന്നു. പക്ഷേ പിന്നീട് ബ്രിട്ടീഷുകാരുടെ നീതിരഹിതമായ സമീപനത്താൽ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ തുടങ്ങി. അടുത്ത പോയിന്റ്, പൈച്ച് രാജ, കൊട്ടോട്ട് രാജ, പുരളിശമ്മൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. എന്തൊക്കെയാണ് അറിയപ്പെടുന്നത്? പൈച്ച് രാജ, കൊട്ടോട്ട് രാജ, പുരളിശമ്മൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. അടുത്ത പോയിന്റ്, പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കരാണ്. എന്താണ്? പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ KM പണിക്കരാണ്. അപ്പോൾ ഒന്നുകൂടെ വായിക്കാം. വീരകേരള പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ മലബാറിലെ ആദ്യത്തെ ശക്തവും ജനകീയവുമായ സമരം നടത്തിയ ഭരണാധികാരിയാണ് ആര്? പഴശ്ശിരാജ. ഇംഗ്ലീഷുകാരും മൈസൂരുമായുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജ ഇംഗ്ലീഷുകാരുടെ പക്ഷത്തായിരുന്നു. പക്ഷെ എന്താണ്? പിന്നീട് ബ്രിട്ടീഷുകാരുടെ നീതിരഹിതമായ സമീപനത്താൽ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ തുടങ്ങി. പൈച്ച് രാജ, കൊട്ടോട്ട് രാജ, പുരളിശമ്മൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. എന്തൊക്കെയാണ് അറിയപ്പെടുന്നത്? പൈച്ച് രാജ, കൊട്ടോട്ട് രാജ, പുരളിശമ്മൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. അടുത്ത പോയിന്റ്, പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ KM പണിക്കരാണ്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ KM പണിക്കരാണ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് ലോഗൻ കമ്മീഷൻ. എന്താണ്? കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് ലോഗൻ കമ്മീഷൻ. അപ്പോൾ ആദ്യത്തെ പോയിന്റ്, കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ചെറുകിട വ്യാപാരികളുടെ നേതൃത്വത്തിൽ നടന്ന ജന്മിത്ത വിരുദ്ധ കലാപങ്ങളെ ബ്രിട്ടീഷ് ഗവൺമെൻറ് വിളിച്ചത് മാപ്പിള കലാപങ്ങൾ എന്നാണ്. അപ്പോൾ എന്താണ് മാപ്പിള കലാപങ്ങൾ? കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ചെറുകിട വ്യാപാരികളുടെയും നേതൃത്വത്തിൽ നടന്ന ജന്മിത്ത വിരുദ്ധ കലാപങ്ങളെ ആരാ വിളിച്ചത്? ബ്രിട്ടീഷ് ഗവൺമെൻറ് വിളിച്ചതാണ് മാപ്പിള കലാപങ്ങൾ എന്ന്. അടുത്ത പോയിന്റ്, 1836നും 1852നും ഇടയിൽ 12ഓളം മാപ്പിള കലാപങ്ങളാണ് ഏറനാട്, വള്ളുവനാട്, പൊന്നാനി എന്നീ താലൂക്കുകളിൽ റിപ്പോർട്ട് ചെയ്തത്. എവിടെയാണ്? ഏറനാട്, വള്ളുവനാട്, പൊന്നാനി എന്നാണ്. 1836നും 1852നും ഇടയിൽ 12ഓളം മാപ്പിള കലാപങ്ങളാണ് ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിൽ റിപ്പോർട്ട് ചെയ്തത്. അടുത്ത പോയിന്റ്, മലബാറിലെ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. നിയമിച്ചത് എന്നാണ്? 1881ലാണ്. മലബാറിലെ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. 1881ലാണ് നിയമിച്ചത്. അടുത്ത പോയിന്റ്, മാപ്പിള ലഹളയുടെ തുടർച്ചയായി 1921 നടന്ന കലാപമാണ് മലബാർ കലാപം. മാപ്പിള ലഹളയുടെ തുടർച്ചയായിട്ട് 1921 നടന്ന കലാപമാണ് എന്ത്? മലബാർ കലാപം. ഒന്നുകൂടെ വായിക്കാം. കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ചെറുകിട വ്യാപാരികളുടെയും നേതൃത്വത്തിൽ നടന്ന ജന്മിത്ത വിരുദ്ധ കലാപങ്ങളെ ബ്രിട്ടീഷ് ഗവൺമെൻറ് വിളിച്ചതാണ് മാപ്പിള കലാപങ്ങൾ എന്ന്. അടുത്ത പോയിന്റ്, 1836നും 1852നും ഇടയിൽ 12ഓളം മാപ്പിള കലാപങ്ങളാണ് എവിടെ? ഏറനാട്, വള്ളുവനാട്, പൊന്നാനി എന്നീ താലൂക്കുകളിൽ റിപ്പോർട്ട് ചെയ്തത്. ഏതൊക്കെ താലൂക്കുകളിലാണ്? ഏറനാട്, വള്ളുവനാട്, പൊന്നാനി എന്നീ താലൂക്കുകളിൽ റിപ്പോർട്ട് ചെയ്തത്. അടുത്ത പോയിന്റ്, മലബാറിലെ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. എന്നാ നിയമിച്ചത്? 1881ലാണ് നിയമിച്ചത്. അടുത്ത പോയിന്റ്, മാപ്പിള ലഹളയുടെ തുടർച്ചയായി 1921 നടന്ന കലാപമാണ് എന്തറിയപ്പെടുന്നത്? മലബാർ കലാപം എന്നറിയപ്പെടുന്നത്. അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. മലബാറിലെ ഭൂവുടമ സമ്പ്രദായത്തെയും
സമ്പ്രദായത്തെയും കുടിയാന്മാരുടെ അവകാശങ്ങളെയും കുറിച്ച് അന്വേഷിക്കാനും മാപ്പിള സമുദായത്തിൻ്റെ സങ്കടങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് ഇത് വില്യം ലോഗൻ കമ്മീഷൻ. മലബാറിലെ ഭൂവുടമ സമ്പ്രദായത്തെയും കുടിയാന്മാരുടെ അവകാശങ്ങളെയും കുറിച്ച് അന്വേഷിക്കാനും മാപ്പിള സമുദായത്തിൻ്റെ സങ്കടങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാനും നിയോഗിച്ച കമ്മീഷനാണ് ഇത് വില്യം ലോഗൻ കമ്മീഷൻ. അടുത്ത പോയിന്റ്, ബ്രിട്ടീഷ് ഗവൺമെൻറ് കൈക്കൊണ്ട തെറ്റായ നികുതി നയമാണ് കലാപങ്ങളുടെ യഥാർത്ഥ കാരണമെന്ന് അദ്ദേഹം കണ്ടെത്തി. എന്താണ്? ബ്രിട്ടീഷ് ഗവൺമെൻറ് കൈക്കൊണ്ട തെറ്റായ നികുതി നയമാണ് കലാപങ്ങളുടെ യഥാർത്ഥ കാരണമെന്ന് കണ്ടെത്തി. അടുത്ത പോയിന്റ്, ലോഗൻ കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് 1929 മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയത്. എന്താണ്? ലോഗൻ കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് 1929 എന്ത് നിയമം? മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയത്. ഒന്നുകൂടെ വായിക്കാം. മലബാറിലെ ഭൂവുടമ സമ്പ്രദായത്തെയും കുടിയാന്മാരുടെ അവകാശങ്ങളെയും കുറിച്ച് അന്വേഷിക്കാനും മാപ്പിള സമുദായത്തിൻ്റെ സങ്കടങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാനും നിയോഗിച്ച കമ്മീഷനാണ് ഇത് വില്യം ലോഗൻ കമ്മീഷൻ. നമ്മൾ പറഞ്ഞു 1881 നിയമിച്ചതെന്ന്. ബ്രിട്ടീഷ് ഗവൺമെൻറ് കൈക്കൊണ്ട തെറ്റായ നികുതി നയമാണ് കലാപങ്ങളുടെ യഥാർത്ഥ കാരണം എന്ന് കണ്ടെത്തി. അടുത്ത പോയിന്റ്, ലോഗൻ കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് 1929 മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയത്. അടുത്ത ചോദ്യം, തരിസാപ്പള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത് ആരാണ്? അയ്യനടികൾ തിരുവടികളാണ്. അപ്പം നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട ശാസനകൾ ഒന്ന് നോക്കാം. വാഴപ്പള്ളി ശാസനം എഴുതിയത് ആരാണ്? രാജശേഖരവർമ്മനാണ്. വാഴപ്പള്ളി ശാസനം എഴുതിയത് രാജശേഖരവർമ്മനാണ്. അടുത്തത് പാലിയം ശാസനം എഴുതിയത് ആരാണ്? വിക്രമാദിത്യ വരഗുണനാണ്. പാലിയം ശാസനം എഴുതിയത് ആരാണ്? വിക്രമാദിത്യ വരഗുണൻ. അടുത്തത് തരിസാപ്പള്ളി ശാസനം നമുക്കറിയാം, അയ്യനടികൾ തിരുവടികൾ. അടുത്തത് മാമ്പള്ളി ശാസനം എഴുതിയത് ആരാണ്? ശ്രീ വല്ലഭൻ കോതയാണ് മാമ്പള്ളി ശാസനം എഴുതിയത്. അടുത്ത പോയിന്റ്, ജൂതശാസനം എഴുതിയതാരാണ്? ഭാസ്കര രവിവർമ്മയാണ്. ജൂതശാസനം എഴുതിയതാരാണ്? ഭാസ്കര രവിവർമ്മ. ഒന്നുകൂടെ വായിക്കാം. പ്രധാനപ്പെട്ട ശാസനകളാണ് വാഴപ്പള്ളി ശാസനം രാജശേഖരവർമ്മൻ, പാലിയം ശാസനം വിക്രമാദിത്യ വരഗുണൻ, തരിസാപ്പള്ളി ശാസനം അയ്യനടികൾ തിരുവടികൾ, മാമ്പള്ളി ശാസനം ശ്രീ വല്ലഭൻ കോത, ജൂതശാസനം ഭാസ്കര രവിവർമ്മ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരമാണ് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. അപ്പോൾ നമുക്ക് ക്ഷേത്രപ്രവേശന വിളംബരത്തെക്കുറിച്ച് നോക്കാം. തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രങ്ങളിലും അവർണരായ ഹൈന്ദവ പ്രവേശനത്തിന് കാരണമായ വിളംബരമാണെന്ത്? ക്ഷേത്രപ്രവേശന വിളംബരം. തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രങ്ങളിലും അവർണരായ ഹൈന്ദവ പ്രവേശനത്തിന് കാരണമായ വിളംബരമാണെന്ത്? ക്ഷേത്രപ്രവേശന വിളംബരം. അടുത്ത പോയിന്റ്, വിളംബരം പ്രഖ്യാപിച്ചത് എന്നാണ്? 1936 നവംബർ 12 എന്നാണ് വിളംബരം പ്രഖ്യാപിച്ചത്? 1936 നവംബർ 12 പ്രഖ്യാപിച്ച ഭരണാധികാരിയാണ് ആര്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ആരാണ് ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിച്ച ഭരണാധികാരി? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. അടുത്ത പോയിന്റ്, വിളംബര സമയത്ത് തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? CP രാമസ്വാമി അയ്യരാണ്. വിളംബര സമയത്ത് ദിവാനാണ് ആര്? CP രാമസ്വാമി അയ്യർ. പ്രഖ്യാപിച്ച ഭരണാധികാരിയാണ് ആര്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. അടുത്ത പോയിന്റ്, തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭം ആരംഭിച്ചത് ആരാണ്? TK മാധവനാണ്. തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭം തന്നെ ആരംഭിച്ചത് TK മാധവനാണ്. അടുത്ത പോയിന്റ്, ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നു. പിന്നെ എന്താണ്? കേരളത്തിൻ്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതും ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നു, കേരളത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഒക്കെ എന്താണ്? ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ഒന്നുകൂടെ വായിക്കാം. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രങ്ങളിലും അവർണരായ ഹൈന്ദവ പ്രവേശനത്തിന് കാരണമായ വിളംബരമാണെന്ത്? ക്ഷേത്രപ്രവേശന വിളംബരം. എന്നാണ് പ്രഖ്യാപിച്ചത്? 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിച്ചത്. പ്രഖ്യാപിച്ച ഭരണാധികാരിയാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. പ്രഖ്യാപിച്ച ഭരണാധികാരിയാണ് ആര്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ.
വിളംബര സമയത്ത് തിരുവിതാംകൂർ ദിവാനാണ് ആര്? CP രാമസ്വാമി അയ്യർ. വിളംബര സമയത്തെ ദിവാനാണ് ആര്? CP രാമസ്വാമി അയ്യർ. പ്രഖ്യാപിച്ച ഭരണാധികാരിയാണ് ആര്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. അടുത്ത പോയിന്റ്, തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭം ആരംഭിച്ചതാരാണ്? TK മാധവനാണ്. പ്രക്ഷോഭം ആരംഭിച്ചതാരാണ്? TK മാധവനാണ്. അടുത്ത പോയിന്റ്, ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നു. പിന്നെന്താണ്? കേരളത്തിൻ്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതും എന്താണ്? ക്ഷേത്രപ്രവേശന വിളംബരമാണ്. അപ്പോൾ അടുത്ത ചോദ്യം, തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് ആര്? റാണി ഗൗരി പാർവതിബായി. തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് ആര്? റാണി ഗൗരി പാർവതിബായി. അപ്പോൾ നമുക്ക് റാണി ഗൗരി പാർവതിബായിയെ കുറിച്ച് നോക്കാം. ആദ്യത്തെ പോയിന്റ്, തിരുവിതാംകൂറിലെ ആദ്യത്തെ മുഴുവൻ സമയ റീജന്റ് ഭരണാധികാരിയാണ് ആര്? റാണി ഗൗരി പാർവതിബായി. തിരുവിതാംകൂറിലെ ആദ്യത്തെ മുഴുവൻ സമയ റീജന്റ് ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിബായി. അടുത്ത പോയിന്റ്, വിദ്യാഭ്യാസം ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണെന്ന് പ്രഖ്യാപിച്ച ഭരണാധികാരിയാണ് ആര്? റാണി ഗൗരി പാർവതിബായി. എന്താണ്? വിദ്യാഭ്യാസം ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണെന്ന് പ്രഖ്യാപിച്ച ഭരണാധികാരി റാണി ഗൗരി പാർവതിബായിയാണ്. അടുത്ത പോയിന്റ്, തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധിതവും സൗജന്യവുമാക്കി. തിരുവിതാംകൂറിൽ എന്താണ്? പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധിതവും സൗജന്യവുമാക്കി. അടുത്ത പോയിന്റ്, വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുത്ത് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി വിളംബരം പുറപ്പെടുവിച്ചത് എന്നാണ്? 1817 വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുത്ത് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി വിളംബരം പുറപ്പെടുവിപ്പിച്ചത് 1817. അടുത്ത പോയിന്റ്, തിരുവിതാംകൂറിൽ കയറ്റുമതി ഇറക്കുമതി ചുങ്കങ്ങൾ നിർത്തലാക്കിയ ഭരണാധികാരിയാണ് ആര്? റാണി ഗൗരി പാർവതിബായി. അപ്പോൾ തിരുവിതാംകൂറിൽ കയറ്റുമതി ഇറക്കുമതി ചുങ്കങ്ങൾ നിർത്തലാക്കിയ ആര്? റാണി ഗൗരി പാർവതിബായി. ഒന്നുകൂടെ വായിക്കാം. തിരുവിതാംകൂറിലെ ആദ്യ മുഴുവൻ സമയ റീജന്റ് ഭരണാധികാരി, വിദ്യാഭ്യാസം ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണെന്ന് പ്രഖ്യാപിച്ച ഭരണാധികാരി, തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധിതവും സൗജന്യവുമാക്കിയ ഭരണാധികാരി, വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുത്ത് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി വിളംബരം പുറപ്പെടുവിപ്പിച്ചത് 1817. പിന്നെ തിരുവിതാംകൂറിൽ കയറ്റുമതി ഇറക്കുമതി ചുങ്കങ്ങൾ നിർത്തലാക്കിയ ഭരണാധികാരിയൊക്കെയാണ് റാണി ഗൗരി പാർവതിബായി. അടുത്ത പോയിന്റ്, ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി എന്നിവയുടെ വളർച്ചയ്ക്കുള്ള സഹായ സഹകരണങ്ങൾ നൽകി. എന്തൊക്കെയാണ്? ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി എന്നിവയുടെ വളർച്ചയ്ക്കുള്ള സഹായ സഹകരണങ്ങൾ നൽകി. അടുത്ത പോയിന്റ്, ലണ്ടൻ മിഷൻ സൊസൈറ്റി ആരംഭിച്ചത് നാഗർകോവിലാണ്. ലണ്ടൻ മിഷൻ സൊസൈറ്റി ആരംഭിച്ചത് എവിടെയാണ്? നാഗർകോവിലാണ്. അടുത്ത പോയിന്റ്, ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല എവിടെയാണ്? കോട്ടയത്തും ആലപ്പുഴയിലുമാണ് ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല. അടുത്ത പോയിന്റ്, വേളി മുതൽ കഠിനംകുളം വരെയുള്ള ജലപാതയായ ഏതാണ്? പാർവതി പുത്തനാറ പണി കഴിപ്പിച്ചു. ആര്? റാണി ഗൗരി പാർവതിബായി. അടുത്ത ഒന്നുകൂടെ വായിക്കാം. ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി എന്നിവയുടെ വളർച്ചയ്ക്ക് ഉള്ള സഹായ സഹകരണങ്ങൾ നൽകി. അടുത്ത പോയിന്റ്, ലണ്ടൻ മിഷൻ സൊസൈറ്റി ആരംഭിച്ചത് നാഗർകോവിലാണ്. ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല എവിടെയാണ്? കോട്ടയം ആലപ്പുഴയിലാണ്. കോട്ടയത്തും ആലപ്പുഴയിലുമാണ് ചർച്ച് മിഷൻ സൊസൈറ്റി. ലണ്ടൻ മിഷൻ ആണെങ്കിൽ എവിടെ? നാഗർകോവിലാണ്. പിന്നെ വേളി മുതൽ കഠിനംകുളം വരെയുള്ള ജലപാത പാർവതി പുത്തനാര പണി കഴിപ്പിച്ചു. അപ്പോൾ താങ്ക് യു. എല്ലാവരും വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. താങ്ക് യു.